ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഈസ്റ്ററിന് ഒരുങ്ങുകയാണെന്നറിയാം. ഈസ്റ്ററിന് ഒരുങ്ങുന്ന വേളയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ പ്രേരണ കൊണ്ട് നമ്മുടെ കരുണയുടെ ഞായറും അടുത്ത് വരികയാണല്ലോ. അപ്പം നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഏപ്രിൽ 12 എന്ന ദിവസം പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് ഇതുവരെയുള്ള എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ കടങ്ങളിൽ നിന്നും മോചനം. അതായത് പാപം നമ്മൾ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പം നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട്. പക്ഷേ കടങ്ങൾ നമുക്ക് ഇളച്ചു തരുന്നില്ല. അപ്പം ദണ്ഡവിമോചനം എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് 12-ാം തീയതി മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പം കരുണയുടെ തിരുനാളിൽ നമ്മൾ വിശുദ്ധ ഫൗസ്റ്റീനമ്മയുടെ ഡയറി വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ ഛായാചിത്രമാണെങ്കിലും മാർപ്പാപ്പ പറഞ്ഞ പോലെ സ്വർഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ത്രിത്വസ്തുതിയും വിശ്വാസപ്രമാണം ചൊല്ലി പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കാം. അതുപോലെ തന്നെ രക്ഷ കൈവരിക്കാൻ, മെയിനായിട്ടുള്ള കാര്യം രക്ഷയാണ്. രക്ഷ കൈവരിക്കാനും പാപമോചനവും പാപക്കടങ്ങളിൽ നിന്നുള്ള മോചനവും. അതുപോലെ തന്നെ ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ പറയുന്ന പോലെ 9 ദിവസത്തെ നൊവേനയുണ്ട്. അത് ദുഃഖവെള്ളി ആണ് തുടങ്ങുന്നത്. ദുഃഖവെള്ളി തുടങ്ങുന്ന നൊവേന 9 ദിവസം നമ്മൾ ചൊല്ലി വിവിധ തരം ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഒരാത്മാവിനെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചേക്കാം. അതിനേക്കാൾ ഉപരി നമ്മളെ തന്നെയും അതിൻ്റെ കൂടെ. അപ്പം 3 കാര്യങ്ങളാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനമ്മയുടെ 848-ാം ഖണ്ഡികയിൽ പറയുകയാണ്, കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്വരം ഞാൻ ശ്രവിച്ചു. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദങ്ങൾ നൽകും. അപ്പം എല്ലാവരും നമ്മളുടെ കരുണയുടെ മണിക്കൂറായ 3 മണി, രാവിലെ ആയാലും വൈകിട്ടായാലും 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലി ഒരുങ്ങണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് ചൊല്ലുന്ന ആത്മാക്കൾക്ക് എത്രയോ ഉന്നതമായ പ്രസാദങ്ങൾ നൽകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഫൗസ്റ്റീനമ്മയെ കൂടെ. വിശുദ്ധ ഫൗസ്റ്റീനമ്മയുടെ ഡയറി കൂടെ സംസാരിക്കുന്നത് ആക്ച്വലി നമ്മളോട് കൂടിയാണ്, ഫൗസ്റ്റീനമ്മയോട് മാത്രമല്ല. കാരണം വെറും 3-ാം ക്ലാസ് മാത്രമായിരുന്ന ഫൗസ്റ്റീനമ്മയെ കൊണ്ട് ഡയറി എഴുതിക്കണമെന്ന് നിഷ്കർഷിച്ചതും കർത്താവാണ്. അപ്പോൾ ഇത് ലോകം മൊത്തം അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫൗസ്റ്റീനമ്മയെ കൂടെ ലോകത്തെ മൊത്തം അറിയിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ പറയുകയാണ്, എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക. മാനവകുലം മുഴുവനും എൻ്റെ അളവുറ്റ കരുണയെ അറിയുവാനിടയാകട്ടെ. കേട്ടോ, ലോകത്തെ മൊത്തം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അത് ചെയ്തത്. ഇത് യുഗാന്ത്യത്തിൻ്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും. അതായത് കരുണയുടെ വാതിൽ തുറന്നിട്ടുള്ളൊരു ടൈമാണത്, കരുണയുടെ സമയമാണത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീതിയുടെ സമയമാണ്. നീതിയുടെ സമയമാകുമ്പോഴേക്കും കരുണയുടെ വാതിലുകൾ അടച്ചിട്ടുണ്ടാവും. പിന്നീട് കരുണ നമുക്ക് ലഭിക്കില്ല. അപ്പം ഈ ഒരു ടൈം എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. അതിനൊരു സുവർണാവസരമാണ് ഏപ്രിൽ 12 പുതുഞായർ, കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് വളരെ ബ്രീഫായിട്ട് പറയാം. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാപത്തിൽ നിന്ന് ഓടി അകലാൻ എല്ലാവരും ശ്രമിക്കണം. അല്ലാതെ നമ്മളെന്നും കുമ്പസാരിച്ച് പാപം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ പാപത്തിൽ നിന്ന് നമ്മൾ ഓടിയകാനുള്ള യഥാർത്ഥമായ ശ്രമം നമ്മളിലുണ്ടാവും. നല്ല ഒരുക്കത്തോടെയുള്ളൊരു കുമ്പസാരം. അതുപോലെ തന്നെ 3-ാമതായിട്ട് ഡിവൈൻ മേഴ്സി കരുണക്കൊന്തയും 9 ദിവസത്തെ നൊവേനയും. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏതൊക്കെ തരം ആത്മാക്കളെയാണ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത്. 9 ദിവസത്തെ നൊവേനയും. അതുപോലെ തന്നെ ഡിവൈൻ മേഴ്സി ഛായാചിത്രം, ദിവ്യകരുണയുടെ ഛായാചിത്രം മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ വണങ്ങി ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറയാനായിട്ട് ഇപ്പോഴും നമ്മൾ ശ്രമിക്കണം, എപ്പോൾ കണ്ടാലും. അതുപോലെ തന്നെ ദണ്ഡവിമോചനം, പൂർണ്ണ ദണ്ഡവിമോചനം.
മാർപ്പാപ്പ വാഗ്ദാനം ചെയ്തിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനം നമ്മൾ പള്ളിയിൽ മുഴുവൻ കുർബാനയിൽ സംബന്ധിച്ച് ദൈവകരുണയുടെ തിരുനാളിൻ്റെ അന്ന് നമ്മൾ സ്വർഗസ്നായ പിതാവും നന്മ നിറഞ്ഞു പറയും ത്രിത്വസ്തുതിയും വിശ്വാസ പ്രമാണം ചൊല്ലി സമർപ്പിക്കുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആശ്രയിക്കുക. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്, നമ്മൾ കരുണയുടെ സിംഹാസനം എന്ന് പറയുന്നത് കുമ്പസാരക്കൂടാണ്. ആ കുമ്പസാരക്കൂടിനെ നമ്മൾ കരുണയുടെ സിംഹാസനമായിട്ട് കർത്താവാണ് കുമ്പസാരക്കൂട്ടിൽ എന്ന് കണ്ടു വേണം കുമ്പസാരിക്കാനായിട്ട്. അപ്പം ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. മാക്സിമം രക്ഷ കൈവരിക്കാനായിട്ട് കർത്താവ് റെഡിയായിട്ട് നിൽക്കുന്ന ടൈമാണ്. നിങ്ങളാരും മിസ് ചെയ്യരുത്. ആത്മീയമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിനമാണ് നമ്മുടെ പുതുഞായർ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം. അപ്പം എല്ലാവരും മാക്സിമം ആളുകളിലേക്ക്, മാനവകുലം മുഴുവൻ അറിയിക്കാനാണ് കർത്താവിൻ്റെ വാഗ്ദാനം, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരെയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കർത്താവിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഏവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈസ്റ്ററിൻ്റെയും ദൈവകരുണയുടെ തിരുനാളിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിന് മാത്രം മഹത്വം.